അങ്ങനെ 63ാമത് കൊല്ലം ജില്ലാ കലോത്സവം കൊട്ടാരക്കരയിൽ ഇങ്ങനെ അരങ്ങ് തകർക്കുകയാണ്. ആ സമയത്താണ് ഈ വേദിക്ക് മുന്നിലൂടെ നടന്നു പോകുമ്പോൾ നല്ല മുഖപരിചയമുള്ള ഒരു കുട്ടിയെ കാണാൻ ഇടയായി. പിന്നീട് ആലോചിച്ചു ആരാണ് ആ കുട്ടി എന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് നിരവധി സിനിമകളിലും സീരിയലുകളിലും ഒക്കെ നമുക്ക് പരിചയമുള്ള ഒരു കുട്ടിയാണ്. പിന്നെ എന്താണ് ഇവിടെ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇവിടുത്തെ ഒരു മത്സരാർത്ഥിയാണ്. വെറും മത്സരാർത്ഥിയല്ല, ഒന്നാം സ്ഥാനം എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനം നേടിയ കുട്ടിയാണ്. നമുക്ക് ആ കുട്ടി ഒന്ന് പരിചയപ്പെടാം. ഈ കുട്ടി നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. മോളെ, എന്താണ് പേരെന്ന് പറഞ്ഞു? എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ തടിക്കാട് THSലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ മോഹിനിയാട്ടം മത്സരത്തിനാണ് ഞാൻ ഇവിടെ വന്നത്. ഇന്നലെ ആയിരുന്നു. അപ്പോൾ അതിന് ഫസ്റ്റ് ഉണ്ട്. വളരെ സന്തോഷം. അപ്പോൾ മോഹിനിയാട്ടത്തിന് ഫസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു, നിരവധി സിനിമകളിലും സീരിയലിലും ഒക്കെ അഭിനയിച്ച ഒരു നടിയാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്, ഒരു ബാലനടിയാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് അല്ലേ? ഏതൊക്കെ സിനിമയിലാണ് അഭിനയിച്ചത്? ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് അഭിനയിച്ച സന്തോഷം എന്ന് പറഞ്ഞ മൂവിയാണ്. പിന്നെ ഇഷ്ക്, പൈപ്പിൻ ചുട്ടിലെ പ്രണയം, ബിഗ് സല്യൂട്ട്, കമാരസംഭവം. ദിലീപേട്ടനെ ദിലീപേട്ടനോടൊപ്പം അഭിനയിച്ചു. നായിക കൊച്ചുനാളത്തെ നായിക കൊച്ചുനാളത്തെ. അതെ. അപ്പം നിരവധി സിനിമകൾ. ഇപ്പൊ ഇവിടെ മോഹിനിയാട്ടത്തിന് ഫസ്റ്റ് ഉണ്ട്. അപ്പൊ എത്ര വർഷമായിട്ട് മോഹിനിയാട്ടം പഠിക്കുന്നുണ്ട്? ഞാനിപ്പോ 2-3 വർഷമായിട്ട് മോഹിനിയാട്ടം പഠിക്കുന്നു. പിന്നെ കലോത്സവത്തിന് 3 വർഷമായിട്ട് വരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് കിട്ടുന്നുണ്ട്. 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മോഹിനിയാട്ടത്തിൽ ഫസ്റ്റ് കിട്ടുന്നുണ്ട്. അതെ. ആദ്യത്തെ വർഷം എനിക്ക് ഭരതനാട്യമായിരുന്നു ഞാൻ ആദ്യം ഇറങ്ങിയത്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അതിന് ജില്ലയിൽ തന്നെ ഫസ്റ്റ് കിട്ടി, UPക്ക്. പിന്നെ 7ാം ക്ലാസ്സിൽ മോഹിനിയാട്ടം ഫസ്റ്റ് കിട്ടി. ഇപ്രാവശ്യം HS-ന് മോഹിനിയാട്ടം വീണ്ടും ഫസ്റ്റ് കിട്ടി. അപ്പം ഇപ്പം വീണ്ടും മോഹിനിയാട്ടം HS ഫസ്റ്റ് കിട്ടി സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് പുതിയ സിനിമകൾ? ഇപ്പോൾ പുതിയ സിനിമകൾ ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ ഫ്ലവേഴ്സിലൊരു ഹോം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് കുറേ പഠിപ്പും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തേക്കുക, പഠിക്കാനും ഈ കലോത്സവത്തിനൊക്കെ പങ്കെടുക്കാനും പ്രാക്ടീസിനൊക്കെ വേണ്ടി. പുതിയ സിനിമയില്ല? പുതിയ സിനിമ ഉണ്ട്. ഒരു കുട്ടികളുടെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റിലീസ് ആയിട്ടില്ല. ആവുമ്പോൾ ഞാൻ പറയാം. അപ്പം സീരിയൽ ഞാൻ കുറേ ചെയ്യാറില്ല. എന്നാലും സാന്ത്വനം ചെയ്തിട്ടുണ്ട്. പിന്നെ സീതാരാമം സൂര്യയിലൊരെണ്ണം ചെയ്തിട്ടുണ്ട്. പിന്നെ അരയനങ്ങളുടെ വീട്, അങ്ങനെ. പിന്നെ ചക്കപ്പഴത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഹോം. അപ്പം ഹോം നമുക്കറിയാം. ഹോമൊക്കെ നമ്മുടെ നെഞ്ചിൽ ഇടം നേടിയ കുറേയേറെ പൈപ്പിച്ചുട്ടിലെ പ്രണയമായാലും ഹോമായാലും കമാരസംഭവമൊക്കെ മലയാളികളുടെ മനസ്സിൽ ഏറെ പ്രതിഷ്ഠ നേടിയ ഒരുപിടി നല്ല സിനിമയിലെ അഭിനേത്രി കൂടിയാണ് മോള്. അപ്പം കലോത്സവത്തിൽ മോഹിനിയാട്ടത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. എന്താണ് ആഗ്രഹം? എന്താകാനാണ് ആഗ്രഹം? നർത്തകിയാണോ അതോ നടിയാകാനാണോ ആഗ്രഹം? എല്ലാം ആകാൻ ആഗ്രഹമുണ്ട്. ഒരു ആക്ട്രസ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. വളരുമ്പോൾ ഇതെല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പം തന്നെ മോള് പറഞ്ഞ് പഠനം കാരണം സിനിമ മാറ്റി ചെയ്യുന്നത്. ഈ ഒരുപാട് ഈ ബാലതാരങ്ങൾ സിനിമ ചെയ്യുന്നുണ്ട് പഠനത്തോടൊപ്പം. അത്തരത്തിലൊന്ന് ചിന്തിച്ചൂടെ? അത്തരത്തിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഒന്ന് 8ാം ക്ലാസ്സിലായതുകൊണ്ട് പഠനത്തിലൊന്ന് ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ചു. അതായത് ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ഇനി സിനിമ മതി എന്നാണോ? അങ്ങനെയല്ല. ഇതിന്റെ ഞാൻ പഠിക്കുന്ന ഇപ്പൊ ചെയ്തോണ്ടിരുന്നതാണ് ഹോം. അതിന്റെ കൂടെ ഷൂട്ടിംഗ് കൊണ്ടുപോയായിരുന്നു. ഇപ്പോൾ കലോത്സവമൊക്കെ ആയിട്ടൊന്ന് വിചാരിച്ച് എന്നാൽ ഒരു ബ്രേക്ക് എടുക്കാൻ. കാരണം കലോത്സവത്തിനൊക്കെ പ്രാക്ടീസ് നല്ലോണം വേണം. പ്രത്യേകിച്ച് ഡാൻസ് ഐറ്റംസ് ഒക്കെ. കലോത്സവത്തിൽ ആരാണ് ഈ മോഹിനിയാട്ടം പഠിപ്പിക്കുന്നത്? RLV രവി സാറാണ് എൻ്റെ ഗുരു. അപ്പം ഇപ്പം നമ്മളിന്ന് പരിചയപ്പെട്ടത് ഒരു നർത്തകി മാത്രമല്ല. ഞാൻ പറഞ്ഞില്ലേ, കലോത്സവ വേദിയിൽ പരിചയമുള്ള ഒരു മുഖം കണ്ടതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ മോളെ ശ്രദ്ധിക്കാൻ കാരണം. അടുത്ത് ചെന്നപ്പോഴാണ് അറിയുന്നത് മോൾ സിനിമാ നടിയാണ്, സീരിയൽ നടിയാണ്. അതോടൊപ്പം തന്നെ മോഹിനിയാട്ടത്തിൽ ജില്ലാ മത്സരത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് നേടി തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.